ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ബിഗ് ബ്രദർ സിനിമയെക്കുറിച്ചാണ്. സോ വീഡിയോയിലേക്ക് പോവാം. മോഹൻലാലിനെ നായകനാക്കി സിദ്ദിഖ് സംവിധാനം ചെയ്ത് 2020 പുറത്തിറങ്ങിയ സിനിമയാണ് ബിഗ് ബ്രദർ. അനൗൺസ്മെൻറ്റ് തൊട്ടേ ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന ഒരു ലാലേട്ടൻ സിനിമയാണ് ബിഗ് ബ്രദർ. മാത്രമല്ല സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ആയിക്കോട്ടെ, അതുപോലെ ട്രെയിലർ ആയിക്കോട്ടെ, എല്ലാം വന്നപ്പോഴും ആർക്കും ഒരു എക്സ്പെക്റ്റേഷനും ഉണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്കും ബോറായിട്ടുള്ള സംഭവങ്ങളായിരുന്നു സിനിമയുടെ ഭാഗത്തു നിന്ന് വന്നത്. അതിപ്പോൾ ട്രെയിലർ ആയാലും ഫസ്റ്റ് ലുക്ക് ആയാലും. സിനിമയിലെ ലാലേട്ടൻ്റെ ലുക്ക് തന്നെയാണ് പടത്തിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ്. ഒരു ഇമ്പാക്റ്റും തരാത്ത ഒരു നോർമൽ ലുക്ക്, അത്രേ ഉള്ളൂ. സിനിമ റിലീസായി ഫസ്റ്റ് ഷോ തൊട്ട് തന്നെ സിനിമയ്ക്ക് ഡിസാസ്റ്റർ റിവ്യൂസ് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എയറിലായിരുന്നു ആ ടൈമിൽ ബിഗ് ബ്രദർ എന്ന സിനിമ. അപ്പോൾ ബിഗ് ബ്രദർ എന്ന സിനിമ എങ്ങനെ ഫ്ലോപ്പായി, നമുക്ക് അനാലിസിസിലേക്ക് കടക്കാം. ബിഗ് ബ്രദർ എന്ന സിനിമ ഫ്ലോപ്പ് ആവാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ക്ലീഷി ആയിട്ടുള്ള സ്ക്രിപ്റ്റും അതിനൊത്ത ക്ലീഷി ആയിട്ടുള്ള മേക്കിങ്ങും, പോരാത്തതിന് ഒരുപാട് ഇല്ലോജിക്കലായിട്ടുള്ള സീനുകളും, ഇതുതന്നെയാണ് ഈ ഒരു സിനിമയുടെ ഫ്ലോപ്പിൻ്റെ മെയിൻ കാരണം. പിന്നെ ലാലേട്ടൻ്റെ ഫിസിക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിലും ലാലേട്ടൻ ഈ ഒരു സിനിമയിൽ കുറച്ച് തടി ഓവറാണ്. അതും സിനിമയെ ബാധിച്ച മെയിനായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. സിനിമയിലെ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് നോക്കിയാലും ജസ്റ്റ് ഓക്കെ ഫീലാണ്. അതിപ്പോൾ ലാലേട്ടനായാലും ലാലേട്ടൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ബിഗ് ബ്രദറിലെ ക്യാരക്ടർ. സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സിനെ നോക്കിക്കഴിഞ്ഞാലും ഒട്ടും ഡെപ്ത് ഇല്ലാത്ത ക്യാരക്ടറാണ്. അതുമാത്രമല്ല ലാലേട്ടൻ്റെ ക്യാരക്ടറാണ് സിനിമയിലെ ഏറ്റവും വലിയ ബോറ് ക്യാരക്ടർ. ഫുള്ള് കിളി പോയി നടക്കുന്ന ഒരു ക്യാരക്ടർ, ഒരുമാതിരി ഈ പൊട്ടംകളി എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു ബിഗ് ബ്രദറിലെ ലാലേട്ടൻ്റെ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്നത്. ലാലേട്ടന് ഈ കോമഡിയൊക്കെ ചെയ്യുന്നതിൽ ഭയങ്കര ടൈമിംഗ് ആണ്, അതെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ഒരു സിനിമയിലെ ലാലേട്ടൻ്റെ ആ ഒരു ക്യൂട്ട്നെസ് ആയിക്കോട്ടെ, കോമഡി ആയിക്കോട്ടെ, എല്ലാം അസഹനീയമായിരുന്നു. ബിഗ് ബ്രദറിൽ എനിക്ക് ഗുഡ് തിങ് ആയിട്ട് തോന്നിയ കാര്യം സിനിമയിലെ സോങ്സ് അടിപൊളിയായിരുന്നു. അതുപോലെ ഫൈറ്റ് സീക്വൻസും കൊള്ളായിരുന്നു. സിനിമയിൽ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ഉണ്ട്, ഒരു ദിനം എന്ന് പറഞ്ഞ ആ ഒരു സോങ്ങാണ്. ലാലേട്ടൻ്റെ യങ് ആയിട്ടുള്ള പോർഷൻ കാണിക്കുന്ന ആ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ, ആ സോങ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല, കിഡിലെ സോങ് ആയിരുന്നു. പിന്നെ ഈ സിനിമയിലെ ഏറ്റവും വലിയ കോമഡി ഹീറോയിനാണ്. മിർണ മേനോനാണ് ഹീറോയിൻ്റെ റോള് ചെയ്തിരിക്കുന്നത്. പേരിനൊരു ഹീറോയിൻ. ലാലേട്ടനെയും മിർണ മേനോനെയും തമ്മിലുള്ള ആ ഒരു കോംബോ കാണിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അച്ഛനും മോളുമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ലാലേട്ടന് ഒട്ടും മാച്ചല്ലാത്ത ഒരു ഹീറോയിൻ ആയിരുന്നത്. പിന്നെ ഹീറോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിന് മാത്രം, ആ ഒരു സോങ്ങിന് വേണ്ടി മാത്രമാണ് മിർണ മേനോനെ കൊണ്ടുവന്നത്. അതുപോലെ സിനിമയിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും എന്ന രീതിയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ക്യാരക്ടേഴ്സിനെ കൊണ്ട് ഏറും കളിയാണ്. സിനിമയിൽ നമ്മുടെ ഹണി റോസ് ലാലേട്ടൻ്റെ ഷർട്ട് കീറിയിട്ട് ലാലേട്ടൻ്റെ പുറത്ത് വെട്ടുകൊണ്ടൊരു പാട് കാണിക്കുന്ന സീനുണ്ട്. ഇജാതി ഊള സീൻ. ഇനി സിനിമയിലെ ഇല്ലോജിക്കലായിട്ടുള്ള 2 സീനുകളെ കുറിച്ച് പറഞ്ഞുതരാം. ഒന്ന്, ലാലേട്ട സിനിമയിൽ ജയിലിലാവുന്നൊരു സീനുണ്ട്. ലാലേട്ടൻ്റെ ആ ജയിലിൽ വെച്ചിട്ടുള്ളൊരു ഫ്ലാഷ് ബാക്ക് ലാലേട്ടൻ പറയുന്നൊരു സീനുണ്ട്. ലാലേട്ടൻ ഈ സിനിമയിൽ ഇരുട്ടിൽ കണ്ണ് കാണാൻ പറ്റുന്ന ഒരു പവറുണ്ട്. പൊതുവെ അനിമൽസിനാണ് ഇരുട്ടിലൊക്കെ കണ്ണ് കാണാൻ പറ്റുന്നത്, എന്നാൽ ഈ സിനിമയിൽ ലാലേട്ടനും ആ പവറുണ്ട്. അങ്ങനെ ലാലേട്ടന് ഇങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് ജയിലിലുള്ള ആൾക്കാർ അറിയുന്നതും ലാലേട്ടന് പിന്നെ ട്രെയിനിങ് എല്ലാം കൊടുത്ത് ഓരോ മിഷൻസിനയക്കും. ഇതൊക്കെ എവിടത്തെ ലോജിക്കാന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇരുട്ടിൽ കണ്ണ് കാണുന്ന ആ ഒരു പവർ, ഇതിനെക്കുറിച്ച് ഒരുപാട് ട്രോളുകളും വന്നിരുന്നു. ലാലേട്ട സിനിമയിൽ പൂച്ചയാണ്, ലാലേട്ടൻ ഇരുട്ടിൽ കണ്ണ് കാണും, അങ്ങനെയൊക്കെ പറഞ്ഞ്. രണ്ടാമത്തെ ഇല്ലോജിക്കലായിട്ടുള്ള സീൻ, ലാലേട്ടൻ്റെ അനിയനെ സിനിമയിൽ കുറേ ആൾക്കാർ കിഡ്നാപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അനിയനെ രക്ഷിക്കാൻ വേണ്ടി ലാലേട്ടനും ലാലേട്ടൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ടിനി ടോം, ഇർഷാദ്, പിന്നെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള മിർണ മേനോനും, ഇവരെല്ലാവരും കൂടി അനിയനെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. ആ പോകുന്ന വഴിക്ക്, അതായത് അനിയനെ രക്ഷിക്കാൻ പോകുന്ന വഴിക്ക് ലാലേട്ടനും മിർണ മേനോനും തമ്മിലുള്ള റൊമാൻറ്റിക് സോങ്, ഇതൊക്കെ എവിടത്തെ ലോജിക്കാന്ന് ഒരു പിടുത്തമല്ല. അനിയനെ കിഡ്നാപ്പ് ചെയ്ത് അവിടെ തല്ലി ചതച്ചിട്ടേക്കാണ്. അനിയനെ രക്ഷിക്കാൻ പോകുന്ന ടൈമിൽ ലാലേട്ടൻ ഗേൾ ഫ്രണ്ടുമായിട്ട് റൊമാൻറ്റിക് സോങ്. സംഭവം ലോജിക്കില്ലേലും സോങ് നൈസായിരുന്നു. പിന്നെ സിനിമയിലെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെയും ടിനി ടോമിൻ്റെയും ഇർഷാദിൻ്റെയും ഒക്കെ ക്യാരക്ടേഴ്സൊക്കെ നൈസ് ക്യാരക്ടേഴ്സായിരുന്നു. അവരുടെ പെർഫോമൻസും ഓക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു സിനിമ ഇമോഷണലി കണക്റ്റ് ആവാണ്ട് പോയൊരു സിനിമയാണ്. കാരണം ഇതിൽ ലാലേട്ടൻ്റെ ഫാമിലിക്ക് നടക്കുന്ന ചെറിയ ഇൻസിഡൻസിനെ കുറിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ഫാമിലി അനുഭവിക്കുന്ന ആ കുറേ കാര്യങ്ങളൊക്കെ, അതൊന്നും ഒട്ടും എനിക്ക് പേഴ്സണലി കണക്റ്റ് ആയിട്ടില്ല. ആ സീനിലുള്ള നമ്മുടെ ഹണി റോസിൻ്റെ പെർഫോമൻസ് ഒക്കെ ആണെങ്കിലും നല്ല ബോറായിരുന്നു. സിനിമയിൽ നായകനായിട്ടുള്ള ലാലേട്ടൻ്റെ ക്യാരക്ടർ എന്തായാലും ഒരു കോമാളി ക്യാരക്ടറാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വില്ലനെയും എന്തായാലും കോമാളിയായിട്ട് കാണിക്കണം. സിനിമയിലെ മെയിൻ കോമാളി വില്ലൻ
അർബാസ് ഖാൻ. മെയിൻ വില്ലൻ അർബാസ് ഖാൻ ആണെന്ന് റിവീൽ ചെയ്യുന്ന ക്ലൈമാക്സിലൊരു സീനുണ്ട്. അവിടെ വേറൊരു ട്വിസ്റ്റും കൂടി റിവീൽ ചെയ്യുന്നുണ്ട്. ഒരു ഇമ്പാക്റ്റും തരാത്ത ക്ലീഷ ട്വിസ്റ്റ്. അതും എല്ലാവർക്കും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ട്വിസ്റ്റായിരുന്നു ക്ലൈമാക്സിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അർബാസ് ഖാൻ്റെ വില്ലൻ ക്യാരക്ടറെല്ലാം നല്ല ബോറായിട്ടുള്ള അത്രയ്ക്കും ശോകമായിട്ടുള്ള ക്യാരക്ടറായിരുന്നു. വില്ലൻ ക്യാരക്ടറിലും കുറച്ച് ഡെപ്തുള്ള ക്യാരക്ടറാക്കി എടുക്കായിരുന്നു. ഇത് അതുമില്ല. ഹീറോ കോമഡി ആയ സ്ഥിതിക്ക് വില്ലനെയും കോമഡി ആക്കണം എന്ന രീതിയിൽ ഒരു ഇമ്പാക്റ്റും തരാത്ത ഒരു കോമാളി വില്ലൻ. അത്രയേ ഉള്ളൂ അർബാസ് ഖാൻ്റെ ക്യാരക്ടറും. പിന്നെ സിനിമയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം, ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം. ഒരു ബ്ലാക്ക് ഫുൾ ഡ്രസ്സിൽ വന്നിട്ട് ഒരു ഫൈറ്റ് സീനുണ്ട്. ആ ലുക്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എന്നാൽ ബാക്കിയുള്ള കോസ്റ്റ്യൂംസ് എല്ലാം നല്ല അടപടലം മൂഞ്ചിയ കോസ്റ്റ്യൂംസ് ആയിരുന്നു. അതുപോലെ സിനിമയിൽ സിദ്ദിഖും ചെറിയൊരു വില്ലൻ വേഷം ചെയ്തിട്ടുണ്ട്. അറിയാലോ, പൊതുവെ സിദ്ദിഖ് ഒരു സിനിമയിൽ വന്നു കഴിഞ്ഞാൽ പുള്ളി അഴിഞ്ഞാടിയിട്ടാണ് പോവാറ്. എന്നാൽ ബിഗ് ബ്രദറിലേക്ക് നോക്കുമ്പോൾ സിദ്ദിഖിൻ്റെ എല്ലാം പെർഫോമൻസ് അത്രയ്ക്ക് ശോകമായിരുന്നു. ഡയലോഗ് ഡെലിവറി അടക്കം നല്ല ബോറായിരുന്നു. ലാലേട്ടൻ എന്ന ആ ഒരു മനുഷ്യൻ ഈ സിനിമയൊക്കെ ചെയ്യാൻ മെയിനായിട്ടുള്ള കാരണം വേറൊന്നുമല്ല, സ്ക്രിപ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടോ അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ ഓരോ കമ്മിറ്റ്മെൻറ്റ്സും കൊണ്ട് ചെയ്യുന്നതാണ്. പണ്ട് ലാലേട്ടനൊക്കെ ഒരുപാട് ഹിറ്റ് കൊടുത്ത ഡയറക്ടേഴ്സ്, അവർ ഒരു സ്റ്റോറി വന്ന് പറയുന്നു. അത് ചിലപ്പോൾ ക്ലീഷ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റും തരാത്ത ഒരു തൊട്ടി സ്റ്റോറി ആയിരിക്കാം. എന്നാൽ ആ കമ്മിറ്റ്മെൻറ്റ്സ് കാരണം ലാലേട്ടനായാലും പല ഹീറോസും അങ്ങനെയുള്ള സിനിമകൾ കമ്മിറ്റ് ചെയ്ത് പോകുന്നതാണ്. ഇക്കാര്യം പ്രിയദർശൻ അടക്കം ഒരു പ്രോഗ്രാമിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്തായാലും ബിഗ് ബ്രദർ എന്ന സിനിമ പൊട്ടിയതിൽ പ്രത്യേകിച്ച് ഒരു തെറ്റും തോന്നിയിട്ടില്ല. കാരണം ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു തട്ടിക്കൂട്ടൽ സംഭവമാണ്. അപ്പം പിന്നെ ഫ്ലോപ്പ് ആവാണ്ട് വേറെ എവിടെ പോകാനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബ്രദർ എന്ന സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ബിഗ് ബ്രദർ സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.